നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ 45 ദിവസത്തിനകം നടപടി സ്വീകരിക്കുമെന്ന ജില്ലാ കളക്ടർ. 10 സെന്റിൽ താഴെ ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് നിലവിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കും. രേഖകൾ നിയമപരമല്ലെങ്കിൽ നടപടിയെടുക്കാൻ പീരുമേട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയെന്ന ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഏതാനും ചില IAS ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് പേടിപ്പിക്കാൻ നോക്കുന്നു. തങ്ങളോട് കളിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചു വേണം. ഓഗസ്റ്റിൽ ഭൂവിനിയോഗ ചട്ടം നിലവിൽ വരുമ്പോൾ ആദ്യം തുറക്കുക ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസായിരിക്കുമെന്നും CV വർഗീസ്. കുഴമ്പ് ചോദിച്ചെത്തിയ യുവാവ് ആയുർവേദ ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു. ആക്രമണമുണ്ടായത് നെടുങ്കണ്ടം ചാറൽമേട് ആയുർവേദ ഡിസ്പെൻസറിക്ക് നേരെ. സംഭവത്തിൽ പ്രദേശവാസിയായ കല്ലേലിങ്കൽ ബിജുമോൻ പോലീസ് കസ്റ്റഡിയിൽ. രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ KSEBക്ക് ഗുരുതര വീഴ്ച. ബില്ലടച്ചതാണെന്ന് അറിയിച്ചിട്ടും KSEB ജീവനക്കാരൻ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. വൈദ്യുതി വിച്ഛേദിച്ചത് KSEB അല്ല എന്നായിരുന്നു അധികൃതരുടെ നിലപാട്. വിശദമായ വാർത്തയിലേക്ക്. പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ 45 ദിവസത്തിനകം നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ. 10 സെന്റിൽ താഴെ ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് നിലവിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. രേഖകൾ നിയമപരമല്ലെങ്കിൽ നടപടിയെടുക്കാൻ പീരുമേട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. പീരുമേട് പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തിയ മഞ്ചുമല വില്ലേജിലെ 441, പീരുമേട് വില്ലേജിലെ 534 എന്നീ സർവേ നമ്പറുകളിലുള്ള ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. 2100 തണ്ടപ്പേരുകളിലാണ് ഇവിടെ ഭൂമി കൈവശം വച്ചിരിക്കുന്നത്. ഇതിൽ 645 10 സെന്റിൽ താഴെയുള്ളതാണ്. ഇവർക്ക് മറ്റൊരിടത്തും ഭൂമിയില്ലെങ്കിൽ കൈവശ ഭൂമിയിൽ പട്ടയം നൽകാൻ പറ്റുന്നതാണെങ്കിൽ അനുവദിക്കും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഭൂമി നൽകും. 25 പേരുടെ കൈവശം 5 ഏക്കറിൽ കൂടുതൽ ഭൂമിക്ക് പട്ടയമുണ്ട്. സാധാരണഗതിയിൽ 4 ഏക്കറിൽ കൂടുതൽ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകാറില്ല. ഇവർക്ക് കൂടുതൽ ഭൂമി എങ്ങനെ ലഭിച്ചു എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഖകൾ നിയമപരമല്ലെങ്കിൽ നടപടിയെടുക്കാൻ പീരുമേട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. ഇതിന് ആദ്യഘട്ട നോട്ടീസ് നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം KLC ആക്ട് പ്രകാരം ബാക്കി നോട്ടീസുകൾ നൽകി ഹിയറിംഗ് നടത്തിയ ശേഷം പട്ടയം റദ്ദാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. 10 സെന്റിനും 5 ഏക്കറിനുമിടയിൽ ഭൂമി കൈവശമുള്ള 1475 പേരുടെ രേഖകൾ പരിശോധിച്ച ശേഷം സർവേ നടത്തും. 6 മാസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഏതാനും ചില IAS ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് പേടിപ്പിക്കാൻ നോക്കുന്നു. തങ്ങളോട് കളിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചു വേണം. ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് തുറക്കുമെന്നും CV വർഗീസ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റിൽ ഭൂവിനിയോഗ ചട്ടം നിലവിൽ വരും. ചട്ടം നിലവിൽ വന്നാൽ ജില്ലയിൽ ആദ്യം തുറക്കുക പാർട്ടി ഓഫീസായിരിക്കുമെന്നും അദ്ദേഹം ചിന്നക്കനാലിൽ പറഞ്ഞു. ഇവിടെ ഏതാനും IAS ഉദ്യോഗസ്ഥന്മാർ പേടിപ്പിക്കുന്നോർത്തോണം കേട്ടാ. ഞങ്ങളോട് കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, തമിഴ് എനിക്ക് നല്ല പിടിയില്ല. ഞാൻ പറയുന്ന മലയാള വാക്ക് നിങ്ങൾക്കെല്ലാം പിടിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വാക്ക് കിള്ളാതെ കിള്ളാതെ തായ് മണിയെ കിള്ളാതെ 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 തായ് മണിയെ കിള്ളാതെ എന്ന് പറഞ്ഞ പോലെ കിള്ളാതെ കിള്ളാതെ നമ്മളെ കേൾക്കുന്നത്. നമ്മൾ മര്യാദയ്ക്ക് രാഷ്ട്രീയ ബോധം നടത്തും. ജനങ്ങളോടുള്ള കാര്യമൊക്കെ പറയും. ജനങ്ങളുള്ള കാര്യം ഉള്ളതുപോലെ പറയും. ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കും, നിലപാടെടുക്കും. ഓഗസ്റ്റ് മാസത്തിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളാകെ ഇനി അവശേഷിക്കുന്നത് 93 ഭൂവിനിയോഗ നിയമത്തിലെ ചട്ടങ്ങളും 1964 ഭൂവിനിയോഗ ചട്ട നിയമവും ഭേദഗതി ചെയ്ത് വിജ്ഞാപനം വരുന്നതോട് കൂടി ഈ ഓഗസ്റ്റ് മാസത്തെ പ്രഖ്യാപിക്കുന്നതോട് കൂടി ഇടുക്കി ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ആ പരിഹരിക്കപ്പെടുന്ന ദിവസം ഏറ്റവും ആദ്യമായി ഇടുക്കി ജില്ലയിൽ ഒരു പാർട്ടിക്ക് ഒരു ആഫീസ് തുറക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ശാന്തൻപാറ ആഫീസായിരിക്കും. ഒരു തർക്കവുമില്ല, ആദ്യമായി തുറക്കുന്നത് ആ ആഫീസായിരിക്കും. കുഴമ്പ് ചോദിച്ചെത്തിയ യുവാവ് ആയുർവേദ ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു. നെടുങ്കണ്ടം ചാറൽമേട് ആയുർവേദ ഡിസ്പെൻസറിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പ്രദേശവാസിയായ കല്ലേലിങ്കൽ
ബിജുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥിരം പ്രശ്നക്കാരനായ ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വീടുകളിൽ മുളക് കലക്കിയ വെള്ളം സൂക്ഷിക്കുകയാണെന്ന് നാട്ടുകാരായ സ്ത്രീകൾ പറഞ്ഞു. രാവിലെയായിരുന്നു സംഭവം. ശരീരവേദനയ്ക്ക് കുഴമ്പ് വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസിയായ കല്ലേലിങ്കൽ ബിജുമോൻ ചാറൽമേട് ആയുർവേദ ഡിസ്പെൻസറിയിൽ എത്തിയത്. ഈ സമയം ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിലും ജീവനക്കാർ ഇയാൾക്ക് കുഴമ്പ് നൽകി. എന്നാൽ കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ബഹളം വയ്ക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്ന് റോഡിൽ നിന്ന് കല്ലുകൾ പെറുക്കി ആശുപത്രിയിലേക്ക് എറിഞ്ഞു. കെട്ടിടത്തിന്റെ 2ാം നിലയിലെ വിവിധ ജനാലകളുടെ ചില്ലുകൾ പൊട്ടി. ആശുപത്രിയിൽ മറ്റു രോഗികൾ ഉള്ളപ്പോഴായിരുന്നു സംഭവം. പരിഭ്രാന്തരായ ജീവനക്കാർ നെടുങ്കണ്ടം പോലീസിൽ അറിയിച്ചതോടെ പോലീസ് എത്തി ഇയാളെ പിടികൂടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ ഗേറ്റിന്റെ അവിടെ വന്ന് നിന്നിട്ട് ജമ്മം ചെയ്ത ഇവൻ പോവുകയല്ല. ഇവൻ ഇവിടെ അനാവശ്യം പറഞ്ഞു. ഇവന് ഒരു തുണി ഇല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അനാവശ്യം പറഞ്ഞോണ്ട് ഇവൻ നിൽക്കുക. എന്നിട്ട് ഇവിടെയാണെങ്കിൽ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു. ആണുങ്ങൾ 2-3 ആണുങ്ങൾ ഓടി വന്ന് പിന്നെ ആ കുഞ്ഞുഞ്ഞേട്ടൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് അവര് വന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങോട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ആശുപത്രിയുടെ അങ്ങോട്ട് അവൻ ഇറങ്ങിപ്പോയി. എന്റെ പട്ടിക്കുഞ്ഞിനെയും പിടിച്ച് അവൻ ഇവിടെ വെച്ചോണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്നിട്ടാണ് അവൻ അവരോട് മരുന്ന് ചോദിച്ചപ്പോൾ അവര് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അത് പോരാന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ തെറിയും വിളിച്ചോണ്ട് മേളിലോട്ട് കയറിയിട്ട് ആ കല്ല് പെറുക്കി മൊത്തം എറിഞ്ഞ് മൊത്തം പൊട്ടിച്ചു. സ്ഥിരം മദ്യപാനിയും ലഹരിക്ക് അടിമയുമായ ഇയാൾ പതിവായി മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ട്. സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ വീടുകളിലെത്തി ബഹളം വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതിനാൽ സ്വയരക്ഷയ്ക്കായി മുളക് കലക്കിയ വെള്ളം വീടുകളിൽ സൂക്ഷിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. എല്ലാവരും ഇന്നലെ രാത്രി 12 മണി വരെ മുളക് വെള്ളവും കലക്കി പാതകത്തിന്റെ കീഴെ കയറിയിരുന്ന എന്റെ പൈസ പോയി കഴിഞ്ഞപ്പോ അറിയോ സാറേ, ഞങ്ങൾ ജീവിക്കണ്ടേ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവൻ ചെയ്യുന്ന നാശം, കള്ളും കഞ്ചാവും മാത്രം ഇവന് മതി, വേറൊന്നും ഇവന് വേണ്ട, ഇവന് ആവശ്യമില്ല. സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനവും ഇയാൾ നടത്താറുണ്ടെന്ന് ആരോപണമുണ്ട്. രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ KSEBക്ക് ഗുരുതര വീഴ്ച. ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും KSEB ജീവനക്കാരൻ ഫ്യൂസ് ഊരിക്കൊണ്ടുപോവുകയായിരുന്നു. വൈദ്യുതി വിച്ഛേദിച്ചത് KSEB അല്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് രാജകുമാരി ഷെല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയത്. സിബിയുടെ അമ്മയായ 75-കാരി അന്നമ്മ മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തിയ ജീവനക്കാരൻ ബില്ലടച്ചില്ലെന്ന് സൂചിപ്പിച്ച് ഫ്യൂസ് ഊരിക്കൊണ്ടുപോവുകയായിരുന്നു. ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും ഫ്യൂസ് ഊരുകയായിരുന്നു. തുടർന്ന് 1.5 ദിവസം വീട്ടിലെ വൈദ്യുതി തടസ്സപ്പെട്ടു. KSEBയെ അറിയിച്ചപ്പോൾ ജീവനക്കാർ അല്ല മറ്റാരെങ്കിലും ഫ്യൂസ് മാറ്റിയതാകാമെന്നാണ് അറിയിച്ചത്. അതൊക്കെ കൺസ്യൂമർ മാറിപ്പോയതാ, വേറെ വീടാന്ന് ഓർത്തുകൊണ്ട് മാറി ഊരിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വേറെ വീടാണ് 7 ദിവസം വരെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴെ ഊരി ആളാരാന്നും ഇയാളുടെ വെച്ചെന്ന് ഇന്ന് രാവിലെ അറിഞ്ഞതെന്ന് പറഞ്ഞ് വന്നവിടെ. സിബിയുടെ പരാതിയെ തുടർന്ന് KSEB നടത്തിയ അന്വേഷണത്തിലാണ് ഫ്യൂസ് ഊരിയത് കരാർ ജീവനക്കാരനായ സിബീഷ് ആണെന്ന് വ്യക്തമായത്. വീട് മാറിയതാണെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. ബില്ല് അടച്ചതാണെന്ന് അറിയിച്ചിട്ടും വൈദ്യുതി തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകി. മൂന്നാറിലെ തോട്ടം തൊഴിലാളി നേതാവും CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ P. പളനിവേൽ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 6 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം വെള്ളിയാഴ്ച 2 മണിക്ക് മൂന്നാറിൽ നടക്കും. മൂന്നാറിൽ തോട്ടം തൊഴിലാളികളുടെ നിരവധി അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് വിടവാങ്ങിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാവിലെ 6 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ പളനിവേൽ ദേവികുളം എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി, CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം, ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, ദേവികുളം മണ്ഡലം സെക്രട്ടറി, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം, AITUC സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിലും P. പളനിവേൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വൃക്കരോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ന്യൂമോണിയയും ബാധിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ മൃതദേഹം മൂന്നാർ CPI ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. ജപക്കനിയാണ് ഭാര്യ. മുരുകനന്ദൻ, ജയലക്ഷ്മി, V. സോനന്ദിനി എന്നിവർ മക്കളാണ്. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 2 ദിവസം നടക്കേണ്ട പരിപാടികൾ മാറ്റിവെച്ചതായി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. 19-ാം തീയതി രാവിലെ 9 മണിയോടെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടത്തും. വെള്ളിയാഴ്ച 2 മണിക്കാണ് മൂന്നാറിൽ P. പളനിവേലിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ 9 മണി മുതൽ 1 മണി വരെ മൂന്നാറിലെ CPIയുടെ പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി കട്ടപ്പനയിൽ പറഞ്ഞു. CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി, ദേവികുളം എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് P. പളനിവേൽ
ഇന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് കാർഡിയാക് അറസ്റ്റിനെ തുടർന്ന് അന്തരിച്ച വിവരം വ്യസന സമേതം അറിയിക്കുകയാണ്. CPIയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താനിരുന്ന എല്ലാ പരിപാടികളും ഔദ്യോഗികമായി മാറ്റിവെച്ചതായി അറിയിക്കുകയാണ്. നാളെ 2 മണിക്കാണ് മൂന്നാറിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ സഖാവിൻ്റെ കൂടി ഓഫീസായിട്ടുള്ള മൂന്നാർ ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ്. ജില്ലാ സമ്മേളനം 19-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രതിനിധി സമ്മേളനം ആരംഭിക്കത്തുള്ളൂ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നീരിമംഗലം മുതൽ വളറ വരെയുള്ള നിർമ്മാണ തടസ്സത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന BJP ഇടുക്കി സൗത്ത് മേഖലാ കമ്മിറ്റി. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ടുകളുടെ പിഴവും ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവുമാണ് നിലവിലെ തടസ്സമുണ്ടാകാൻ കാരണം. ഇത് മറച്ചുവെച്ച് BJPയെ കരുതേശു കാണിക്കാനായി ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതായും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പദ്ധതി പ്രകാരം ദേശീയപാതകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ രാജ്യത്ത് നടക്കുകയാണ്. 5000 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം നടക്കുന്ന പദ്ധതിയാണ് കൊച്ചി ധനുഷ്കോടി പാത. ഏതാണ്ട് 590 കിലോമീറ്റർ നീളമുള്ള കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതും മൂന്നാർ ടൂറിസം വികസനത്തിനും ഇരു സംസ്ഥാനങ്ങളുടെയും ചരക്ക് നീക്കത്തിനും സഹായകരവുമാണ് റോഡ് വികസനം. കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്കും അപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും ചിരകാല അഭിലാഷമാണ് ഈ പദ്ധതി. നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് സങ്കല്പവും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ വികസിത കേരള സങ്കല്പവും ഇത്തരത്തിലുള്ള ദേശീയപാതകളുടെയും മലയോര ഹൈവേകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ്. നിലവിൽ കൊച്ചി ധനുഷ്കോടി പാതയുടെ നിർമ്മാണ തടസ്സത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ടുകളുടെ പിഴവുമാണ്. KN ജ്യോതിലാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ് നിലവിലെ തടസ്സമുണ്ടാകാൻ കാരണം. ഇത് മറച്ചുവെച്ചുകൊണ്ട് BJPയെ കരുതിച്ചു കാണിക്കാനായി ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരെയും വിശ്വാസമെടുത്ത് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് എന്നുള്ള ആ ആപ്തവാക്യവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ തത്പര കക്ഷികളുടെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ച മറച്ചു വെക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ കരുതിവെച്ച് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് പറയാനായിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. BJP സർക്കാരും BJP സംസ്ഥാന നേതൃത്വവും വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകിയാണ് പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുരുവിക്കാട്ട, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി, മുൻ മണ്ഡലം പ്രസിഡന്റ് PN പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ തുടർ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. നീരിമംഗലം മുതൽ വളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിയാൻ ഇടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31-ന് 6 മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നീരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കും. അടിമാലിയിൽ നടന്ന NH സംരക്ഷണ സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത്. ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾക്ക് പിന്നാലെ തുടർ സമര പരിപാടികൾക്കും കളമൊരുങ്ങുകയാണ്. വനംവകുപ്പിനെതിരെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഷേധം ഉയരുന്നത്. വിഷയത്തിൽ സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളിലും ഇടപെടലുകളിലും തീരുമാനം കൈക്കൊള്ളാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. നീരിമംഗലം മുതൽ വളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാൻ ഇടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31-ന് 6 മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നീരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. വനമേഖലയിലൂടെ കടന്നുപോകുന്ന 14.5 കിലോമീറ്റർ ദൂരത്തിന് വനംവകുപ്പിന് അവകാശം ഇല്ലെന്നും റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും 6 മാസം മുൻപ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതാണ്. പരിസ്ഥിതിവാദികളെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും കൂട്ടുപിടിച്ച് പാതയുടെ നിർമ്മാണത്തിന് തടയിട്ടുകൊണ്ടുള്ള കോടതി വിധിക്ക് പിന്നിൽ വനംവകുപ്പിന്റെ രഹസ്യ അജണ്ടയാണുള്ളതെന്ന് വിമർശനം യോഗത്തിൽ ഉയർന്നു. സർക്കാരിന് വനംവകുപ്പിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ കാരണമായിരിക്കുന്നതെന്നും ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ ലോബിയെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സമിതി ചെയർമാൻ PM ബേബി അധ്യക്ഷനായിരുന്നു. അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി, ഡയസ് പുല്ലൻ, ഹാപ്പി K വർഗീസ്, MB സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ലോക ജനശ്രദ്ധ നേടിയ കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കാനുള്ള UDF-ന്റെയും BJP-യുടെയും വലതുപക്ഷ മാധ്യമ സംഘത്തിന്റെയും ഗൂഢനീക്കം ജനം തിരിച്ചറിയണമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. KSKTU കട്ടപ്പന ഏരിയ കമ്മിറ്റി 20 ഏക്കറിൽ സംഘടിപ്പിച്ച പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ UDF, BJP, വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. പരിപാടി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മരണത്തെയും മൃതദേഹത്തെയും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന ഹീനമായ രാഷ്ട്രീയമാണ് ഇപ്പോഴത്തേത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം വലതുപക്ഷ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പീരുമേട്ടിൽ കാട്ടാന ആക്രമണത്തിനിരയായ സീതയുടെ മരണവും കൊലപാതകമാക്കാനും ചില മാധ്യമങ്ങൾ ബോധപൂർവം നീക്കം നടത്തി. UDF ഭരണകാലത്ത് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി പരിതാപകരമായിരുന്നു. LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആശുപത്രികൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. സാധാരണക്കാരുടെ ആശ്രയമായ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കണമെന്നും CV വർഗീസ് പറഞ്ഞു. ഭരണത്തെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും മൃതശരീരങ്ങളെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് കേരളീയ സമൂഹത്തിനിടയിൽ നാം നേടിയെടുത്തിട്ടുള്ള മൃതശരീരങ്ങളുടെ ആദരവിനെ പോലും അവഗണിക്കുന്ന ധീരമായ രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഇത് തെറ്റാണെന്ന് ഏതുകൊണ്ട് പറയുന്ന സ്വദേശാഭിമായ നാടാണ് കേരളം. കോരിയെഴുത്തുകാരും കോർപ്പറേറ്റ് മുതലാളിമാർക്കും വേണ്ടി, സ്വകാര്യ മുതലാളിമാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ മാപ്പ് പറയാൻ തയ്യാറായില്ല. തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ തയ്യാറായോ, സ്വയം വിമർശനം പറയാൻ തയ്യാറായില്ല. KSKTU കട്ടപ്പന ഏരിയ പ്രസിഡന്റ് രാജൻകുട്ടി മുതുകുളം അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി MJ മാത്യു, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PN വിജയൻ, ജില്ലാ ട്രഷറർ രാജശേഖരൻ, നേതാക്കളായ VR സജി, മാത്യു ജോർജ്, PB ഷാജി, ടോമി ജോർജ്, KP സുമോദ്, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. INTUC രാജാക്കാട് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. രാജാക്കാട് ടൗണിന് സമീപം മലയോര ഹൈവേയുടെ ഭാഗമായ റോഡ് 1 വർഷക്കാലമായി തകർന്നു കിടക്കുന്നത് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാക്കുഴി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേയിൽ രാജാക്കാട് ടൗണിന് സമീപം കളീക്കൽപ്പടിയിൽ റോഡ് വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് 1 വർഷം പിന്നിടുമ്പോഴും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ല. റോഡിന്റെ ബാക്കി ഭാഗത്തും നിലവിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. മഴ ശക്തമാകുന്നതോടെ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞ് താഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളും സ്കൂൾ ബസ്സുകളും ഇതര വാഹനങ്ങളും കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. എത്രയും വേഗം റോഡ് പുനർനിർമ്മാണം നടത്തി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് INTUC രാജാക്കാട് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ അരമണിക്കൂറോളം റോഡ് ഉപരോധിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാക്കുഴി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല MLA ദിവസേന സഞ്ചരിക്കുന്ന ഈ റോഡ് ഇടിഞ്ഞു പോയത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായി, ഉടുമ്പൻചോലയുടെ MLA MM മണി ഒരു ദിവസം 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ഈ റോഡ് ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടതാണ്. അദ്ദേഹവും ഇവിടെ വന്ന് ഈ റോഡ് ഇടിഞ്ഞ സ്ഥലത്തോടെ വീതിയില്ലാത്തതിന്റെ പേരിൽ വണ്ടികൾ ഓരോ സ്ഥലത്തോടെ കടന്നു പോകുമ്പോൾ അദ്ദേഹവും ബ്ലോക്കിൽ പെട്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ MLA എന്ന നിലയിൽ പോലീസുകാരൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ വണ്ടിയുമായി വരുമ്പോൾ ഇവിടെ വീതി ഇല്ലെങ്കിലും പോലീസുകാരൊക്കെ MLA എന്നൊരു പരിഗണന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ കടത്തിവിടും. പക്ഷേ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതിലെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ 2 സൈഡിലും വഴി ബ്ലോക്കായതിന്റെ പേരിൽ ആംബുലൻസ് കടന്നു പോകാൻ പെട്ട പാട് നിങ്ങൾക്ക് അറിയത്തില്ല. സമരത്തെ തുടർന്ന് റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര വർദ്ധിച്ചതോടെ രാജാക്കാട് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചു മാറ്റി. ഇത് സൂചനാ സമരമാണെന്നും റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ജില്ലയിൽ ജീപ്പ് സവാരി, ഓഫ് റോഡ് യാത്രകൾ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്ന ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി. ഉത്തരവിനെതിരെ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിന്റെ വിജയമാണിതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കൂടിയാലോചനകളില്ലാതെ വീണ്ടും ഇത്തരത്തിലുള്ള ഉത്തരവുകൾ അടിച്ചേൽപ്പിച്ചാൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. മേഖലയിലെ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്നതായിരുന്നു തീരുമാനം. നിലവിൽ നിയന്ത്രണം പിൻവലിക്കാൻ തീരുമാനിച്ചെങ്കിലും ആശങ്കകളുണ്ട്. ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുന്ന റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റിക്കാണ് റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കാനുള്ള ചുമതല. ഈ മേഖലയിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുവാൻ കാരണമാകും. മേഖലയിലെ ഏത് പരിഷ്കരണവും DTPCയുമായി കൂടിയാലോചിച്ച് വേണം നടപ്പിലാക്കാനെന്നും നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പം നമ്മുടെ ജില്ലയിൽ കലക്ടർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ജില്ലയിൽ ജനപ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുണ്ട്. ട്രേഡ് യൂണിയൻ മേഖലയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പം അത്തരം മേഖലയിലുള്ള ബന്ധപ്പെട്ട ആളുകളുമായി ഒരു കൂടിയാലോചന നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം വരുത്താനത് ഞങ്ങൾക്ക് ഓപ്പറേറ്റേഴ്സ്, മറിച്ച് ഏകപക്ഷീയമായി കലക്ടർ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ കൂട്ടി അവരുടെ ശുപാർശയോ അല്ലെങ്കിൽ ഉപദേശമോ സ്വീകരിച്ചുകൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു. അത് ഈ നാട്ടിലെ ആളുകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം കണക്കെടുക്കാതെ ഉത്തരവിട്ടത്. അതുകൊണ്ടാണ് കലക്ടറുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ പ്രതിഷേധ പരിപാടിയെ തുടർന്ന് കലക്ടർ ആദ്യം എടുത്ത നിലപാടിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നോ വാഹനങ്ങളുമായി എത്തി സഫാരി നടത്താൻ അനുമതി നൽകുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമാകും. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചും റോഡുകളെക്കുറിച്ചും പരിജ്ഞാനമുള്ളതും ഭൂപ്രകൃതിയെക്കുറിച്ച് അറിവുള്ളവരുമായ ജില്ലയിലെ ഡ്രൈവർമാർക്ക് മാത്രമേ ജീപ്പ് സഫാരിയും ഓഫ് റോഡ് സഫാരിയും നടത്താൻ അനുമതി നൽകാവൂ. 2017 അന്നത്തെ മന്ത്രി MM മണി, റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് എന്നിവർ പങ്കെടുത്ത DTPC യോഗത്തിൽ ജില്ലയുടെ ടൂറിസം വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത രൂപരേഖ തയ്യാറാക്കിയിരുന്നു. ഇതിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കി വരുന്നതിനിടയിലാണ് കളക്ടറുടെ ഏകപക്ഷീയമായ ഉത്തരവ് ടൂറിസത്തിന് തിരിച്ചടിയായതെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, MC ബിജു, ജോമോൻ CJ എന്നിവർ പങ്കെടുത്തു. രാജകുമാരി ഖജനാപ്പാറയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ 2 പേർ പിടിയിൽ. 2 കേസുകളിലായാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്നും 28 ലിറ്ററിലധികം വിദേശ മദ്യം പിടിച്ചെടുത്തു. 2 കേസുകളിലായാണ് ഇവരെ പിടികൂടിയത്. ഖജനാപ്പാറ ചാലുവരമ്പിൽ സുരേഷ്, ജയാമന്ദിരത്തിൽ ബോധുരാജ് എന്നിവരെയാണ് ഉടുമ്പൻചോല എക്സൈസ് സംഘം പിടികൂടിയത്. സുരേഷിന്റെ പക്കൽ നിന്ന് 3 ലിറ്ററിലധികവും ബോധുരാജിന്റെ പക്കൽ നിന്ന് 25 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. ബോധുരാജ് മുൻപും മദ്യവിൽപ്പന നടത്തിയ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഖജനാപ്പാറ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടക്കുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം തിരച്ചിൽ നടത്തിയത്. കട്ടപ്പന ടൗണിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ KSEB അധികൃതർക്ക് നിവേദനം നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിവേദനം നൽകിയത്. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ കുറച്ചു നാളുകളായി കട്ടപ്പന ടൗണിൽ വൈദ്യുതി മുടക്കം പതിവാണ്. പകൽ സമയങ്ങളിൽ വൈദ്യുതി മണിക്കൂറുകളോളം മുടങ്ങുന്നത് വ്യാപാര മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കി. ഹോട്ടലുകളടക്കമുള്ള സ്ഥാപനങ്ങൾ വൈദ്യുതി മുടക്കം മൂലം വലിയ ബുദ്ധിമുട്ടിനെയാണ് നേരിടുന്നത്. ഇങ്ങനെ നിരന്തരമായി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ KSEB അധികൃതർക്ക് നിവേദനം നൽകിയതെന്ന് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് പറഞ്ഞു. കട്ടപ്പന ടൗണിൽ നിരന്തരമായ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം മാറ്റുന്നതിന് വേണ്ടി കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം, കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ നിവേദനം കൊടുത്തു. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളെപ്പറ്റി സാറ് ഞങ്ങളോട് വിശദീകരിച്ചു. അതിനെപ്പറ്റി സാറും ഇപ്പോൾ ഉണ്ടാകുന്ന സാങ്കേതികത്വം പുതിയ പണിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് 2 മാസം കൂടെ നീളുമെന്നാണ് പറയുന്നത്. വൈദ്യുതി മുടക്കം കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചതായും വ്യാപാരികൾ പറയുന്നു. അതേസമയം കട്ടപ്പന ടൗണിലൂടെ കടന്നുപോകുന്ന പഴയ 11 kV ലൈനുകളെല്ലാം മാറ്റി കേബിൾ സംവിധാനത്തിലേക്ക് മാറുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ അനുഭവപ്പെടുന്നതെന്നാണ് KSEB അധികൃതരുടെ വിശദീകരണം. പണികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നും വൈദ്യുതി തടസ്സത്തിന് പരിഹാരമുണ്ടാകുമെന്നും KSEB അധികൃതർ പറഞ്ഞു. കേബിൾ സംവിധാനം നിലവിൽ വരികയാണ്. എല്ലാ 11 kV സ്ട്രക്ചറുകളും നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഇൻട്രപ്ഷനാണിത്. ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എന്നത്തേന് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് തീരും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, ട്രഷറർ KP ബഷീർ, വൈസ് പ്രസിഡന്റുമാരായ രാജേന്ദ്രക്കുറുപ്പ്, ബൈജു വേമ്പേനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. CPMന്റെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്ന് MM മണി പറഞ്ഞു.
കേന്ദ്ര സർക്കാരിനെതിരെയും വർഗീയതയ്ക്കെതിരെയും രാജ്യവ്യാപകമായി CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങൾ തുറന്നു കാട്ടുന്നതിനു വേണ്ടിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സൂര്യനെല്ലി ടൗണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വേലുസ്വാമി അധ്യക്ഷനായിരുന്നു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം രക്ഷിക്കാൻ, ഭരണഘടന രക്ഷയ്ക്ക്, മതനിരപേക്ഷതയുടെ രക്ഷയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗം, ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പാലിക്കാൻ വേണ്ടി പൊതുവേണ്ട ബാധ്യത അഭിവൃദ്ധി പാർട്ടി മാർഷിക്കണം. ഈ രാജ്യത്തെ പുരോഗമന ജനാധിപത്യ ശക്തികളുണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ, NP സുനിൽകുമാർ, VV ഷാജി, VX ആൽബിൻ, NR ജയൻ, ലിജു വർഗീസ്, സേനാപതി ശശി, KK ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിൽ നടപ്പാക്കിയ വേസ്റ്റ് ബിൻ പദ്ധതിയിൽ ഇടതുപക്ഷം അഴിമതി ആരോപിച്ചതിനെ തുടർന്നാണ് യോഗം സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം യോഗം ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി പഞ്ചായത്തിൽ വേസ്റ്റ് ബിൻ വാങ്ങിയ പദ്ധതിയിൽ ഇടതുപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. പദ്ധതി നടപ്പാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ പ്രതിനിധികളാണ്. പദ്ധതി നടത്തിപ്പുകാലത്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ കഴിഞ്ഞ മാർച്ചിൽ പദ്ധതി നടപ്പാക്കിയ ശേഷം ഇവർ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ചതിനെ തുടർന്നാണ് UDF-ന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച യോഗം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ വാത്തിക്കുടി പഞ്ചായത്തിലെ ഒരു പ്രോജക്ടിന്റെ നടത്തിപ്പ് താങ്കൾ അറിയില്ല എന്ന് പറഞ്ഞാൽ താങ്കളുടെ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യതല്ല എന്നല്ലേ അർത്ഥം. താങ്കൾ പൊതുപ്രവർത്തനം വെക്കുന്നതാണല്ലോ. താങ്കൾക്ക് പറ്റുന്ന പണിയല്ലിത്. താങ്കളുടെ ഭൂതകാലത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മുരിക്കാശ്ശേരിയും തോപ്രാങ്കുടിയിലുമൊക്കെ ഇന്നലകളില് നമുക്ക് പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള ആളുകൾക്കറിയാം. സംശുദ്ധമായിട്ടുള്ള കലകളാണോ ശ്രീമതി എസ്റ്റിമാൻ റോഡിയോടെയൊക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, റോഡിയോയെ സംബന്ധിച്ച് അദ്ദേഹം അറിഞ്ഞു തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ടുണ്ട്. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന, DCC സെക്രട്ടറി ജെയ്സൺ K. ആന്റണി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, നേതാക്കളായ ജോയി കൊച്ചുകരോട്ട്, അഡ്വക്കേറ്റ് എബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ ദീപം തെളിയിച്ച് രാമായണ മാസാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കർക്കിടകം 1 മുതൽ 31-ാം തീയതി വരെ തുടർച്ചയായി 31 ദിവസം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ രാമായണ പാരായണം നടക്കും. ഓരോ ദിവസവും ഓരോ പ്രദേശത്തു നിന്നുള്ള കരയോഗ അംഗങ്ങളാണ് രാമായണ പാരായണത്തിന് നേതൃത്വം നൽകുന്നത്. സമാപന ദിവസം വിശേഷാൽ പരിപാടികളും ഇട ദിവസങ്ങളിൽ രാമായണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളും ഉണ്ടാകും. ഹൈറേഞ്ച് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള രാമായണ മാസാചരണം ഈ വർഷം ശ്രീപത്മനാഭപുരം ധർമ്മപാഠശാലയിൽ വെച്ചാണ് നടക്കുന്നത്. കർക്കിടകം 1-ാം തീയതി ഇന്നു മുതൽ 31 ദിവസം ഓരോ ദിവസവും ഓരോ പ്രദേശത്തു നിന്നുള്ള കരയോഗ അംഗങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്നു മുതൽ 31 ദിവസം തുടർച്ചയായി ശ്രീപത്മനാഭപുരം ധർമ്മപാഠശാലയിൽ രാമായണ പാരായണം നടക്കും. ഇതിൻ്റെ സമാപനം വളരെ വിപുലമായ പരിപാടികളോടുകൂടി നടത്തുവാനാണ് ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളും മത്സരങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ആലോചനയുമുണ്ട്. എന്തായാലും കർക്കിടകത്തിലെ 31 ദിവസം ഭക്തിസാന്ദ്രമായ മനസ്സോടുകൂടി മുൻപോട്ട് പോകുവാനുള്ള ഒരവസരമായി ഞങ്ങളിതിനെ കാണുന്നു. ഹൈറേഞ്ച് NSS യൂണിയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷക്കാലമായി വലിയ ധർമ്മസമരത്തിലാണ്. ശ്രീരാമചന്ദ്ര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ധർമ്മസമരം വിജയിപ്പിക്കുക എന്നുള്ള ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങളുടെ ഒറ്റ മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഈ കർക്കിടക മാസത്തിലെ ഞങ്ങളുടെ രാമായണ പാരായണത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ, സെക്രട്ടറി AJ രവീന്ദ്രൻ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ, ഭരണസമിതി അംഗം KG വാസുദേവൻ നായർ, G. ശിവശങ്കരൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
മൂന്നാറിൽ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ചയിലധികമായി ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാന കൃഷിനാശവും വരുത്തി. മഴക്കാലത്തും കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയായിട്ടുള്ളത്. വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചിട്ടും പടയപ്പ ജനവാസ മേഖലകളിൽ തന്നെ തുടരുകയാണ്. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ്, ഗൂഡാർവിള മേഖലകളിലാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. ഒരാഴ്ചയിലധികമായി കാട്ടാന ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ആന പ്രദേശത്ത് കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. ആന പ്രദേശത്ത് തന്നെ തുടർന്നാൽ കൂടുതൽ കൃഷിനാശവും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടാക്കുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മറയൂർ മേഖലയിലായിരുന്ന പടയപ്പ അടുത്തിടെയാണ് വീണ്ടും മൂന്നാർ മേഖലയിലേക്ക് തിരികെ എത്തിയത്. ഇതിനുശേഷം പടയപ്പ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. മാട്ടുപ്പെട്ടി ടൗണിലെത്തിയ പടയപ്പയെ ആളുകൾ തുരത്തി ഓടിക്കുകയും ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ മഴ പെയ്യുന്നതോടെ പടയപ്പ വനത്തിലേക്ക് പിൻവാങ്ങുമായിരുന്നു. പിന്നീട് വേനൽ കനക്കുമ്പോൾ മാത്രമേ ആന കാടിറങ്ങിയിരുന്നുള്ളൂ. ഇപ്പോൾ ആനയുടെ ഈ പ്രവണതയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ പടയപ്പ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല. ആനയുടെ ഈ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. തങ്കമണി സെന്റ് തോമസ് LP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കമണി സെന്റ് തോമസ് LP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനമാണ് നടന്നത്. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാൾ കൊണ്ടുവന്ന് നമുക്ക് തരും, ഇതൊന്ന് രുചിച്ച് നോക്കാൻ പറയും, നമ്മൾ രുചിച്ച് നോക്കും. പിറ്റേ ദിവസം രുചിച്ച് നോക്കാൻ തരും, രുചിച്ച് നോക്കും. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും നമുക്ക് വേണം, തരാമോ എന്ന് ചോദിക്കും. നമ്മൾ അതിലേക്ക് അടിമപ്പെട്ടു പോകും. അത്തരത്തിൽ ലഹരിയിലേക്കൊക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ കലയും നമ്മുടെ പഠനവും ഒക്കെ ആയിട്ട് മാറണം നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കലികാലത്തിലാണ് നാം ജീവിക്കുക. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ലീഡർമാർക്ക് തിരികെത്തിച്ചു നൽകി അധ്യാപകർ നിർവഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബെസ്റ്റോ കുമ്പളന്താനം അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്ട്രസ് വിനീത വർഗീസ്, PTA പ്രസിഡന്റ് സജിത്, MPTA പ്രസിഡന്റ് ഗ്രീഷ്മ, ഏഞ്ചൽ, ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മലയാളത്തിന്റെ മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായി ജന്മനാടായ പീരുമേട് പെരുവന്താനത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് നാശത്തിന്റെ വക്കിൽ. പാർക്ക് സംരക്ഷിക്കാതെ തിലകന്റെ ഓർമ്മകളെ പോലും അവഹേളിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കല്ലിലാണ് മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത്. മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടക അഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കല്ലിൽ വെച്ചാണ്. മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15,00,000 രൂപ ചിലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 14 പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ തിയേറ്റർ, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ 1 വർഷം കഴിയും മുമ്പേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലായതായി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KT ബിനു പറയുന്നു. 4 പേർക്ക് ജോലിയും 2,46,000 രൂപ ഒരു മാസ വരുമാനം ലഭിച്ച മഹത്തായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്ന് അനാഥമായി ഇവിടെ കിടക്കുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് അവർ എല്ലാ വിഷയങ്ങളിലും പുലർത്തുന്നത്. ആദ്യ നാളുകളിൽ പ്രവേശന ഫീസ് ഇനത്തിൽ പ്രതിദിനം 8,500 രൂപ വരെ ലഭിച്ചിരുന്നു. തദ്ദേശീയരായ 5 പേർക്ക് ജോലിയും നൽകി. മുമ്പ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ തിലകൻ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലായതായി മുൻ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. അന്തരിച്ച തിലകൻ്റെ പേരിലുള്ള മണിക്കല്ല് ലേക്ക് ആൻഡ് ടൂറിസം പാർക്ക് നമ്മൾ ഭരണസമിതി പോകുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തി ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു
പാർക്കാണ് ഇന്ന് അനാഥമായി ഒരു ശ്മശാന ഭൂമിയായി ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ തീർച്ചയായും ഈ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ മനോഹരമായ ലേക്ക് ആൻഡ് പാർക്ക് ഇന്ന് അനാഥമായി കിടക്കുന്നത്. ലോകത്ത് ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു മഹാനടനാണ് തിലകൻ. അദ്ദേഹത്തോടുള്ള അവഗണന കൂടിയാണ് ഈ ഇത്ര അനാഥമായി ഇങ്ങനെ മണിക്കലിലെ ടൂറിസം പദ്ധതി അനാഥമാക്കി കളഞ്ഞിരിക്കുന്നത്. തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്ക് ഉപേക്ഷിച്ചു. വൈകാതെ സഞ്ചാരികളും സിനിമ, സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തിലകൻ സ്മാരകത്തെ മറന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 191, വിൽപ്പനയ്ക്ക് വന്നത് 37,255, വിൽപ്പന നടന്നത് 36,417, കൂടിയ വില 3,111, ശരാശരി വില 2,625. കട്ടപ്പന കമ്പോള. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,500, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 85, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,105 രൂപ, വെള്ളി 124. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ 45 ദിവസത്തിനകം നടപടി സ്വീകരിക്കുമെന്ന ജില്ലാ കളക്ടർ. 10 സെന്റിൽ താഴെ ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് നിലവിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കും. രേഖകൾ നിയമപരമല്ലെങ്കിൽ നടപടിയെടുക്കാൻ പീരുമെടുത്ത തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയെന്ന ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഏതാനും ചില IAS ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് പേടിപ്പിക്കാൻ നോക്കുന്നു. തങ്ങളോട് കളിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചു വേണം. ഓഗസ്റ്റിൽ ഭൂവിനിയോഗ ചട്ടം നിലവിൽ വരുമ്പോൾ ആദ്യം തുറക്കുക ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസായിരിക്കുമെന്നും CV വർഗീസ്. കുഴമ്പ് ചോദിച്ചെത്തിയ യുവാവ് ആയുർവേദ ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു. ആക്രമണമുണ്ടായത് നെടുങ്കണ്ടം ചാറൽമേട് ആയുർവേദ ഡിസ്പെൻസറിക്ക് നേരെ. സംഭവത്തിൽ പ്രദേശവാസിയായ കല്ലേലിങ്കൽ ബിജുമോൻ പോലീസ് കസ്റ്റഡിയിൽ. രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ KSEBക്ക് ഗുരുതര വീഴ്ച. ബില്ലടച്ചതാണെന്ന് അറിയിച്ചിട്ടും KSEB ജീവനക്കാരൻ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. വൈദ്യുതി വിച്ഛേദിച്ചത് KSEB അല്ല എന്നായിരുന്നു അധികൃതരുടെ നിലപാട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.